ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ട് തയ്ച്ചാലോ. ആദ്യം കട്ടിങ് പാർട്ട് 1, പിന്നെ സ്റ്റിച്ചിങ് പാർട്ട് 2. ഓക്കെ, നമ്മൾ ഇന്ന് 32 ചെസ്റ്റ് ഉള്ള ഒരാളുടെ ആണ് തയ്ക്കുന്നത്. നോക്കിക്കോളൂ. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 14.5 അപ്പൊ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ 15 ഇഞ്ച് എടുക്കും. ഓക്കെ, 15 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെയും അതുപോലെ നമ്മൾ 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. സ്കെയിലാകുമ്പോൾ നമുക്ക് നേരെ വെച്ച് അങ്ങ് അടയാളപ്പെടുത്താം. അതിനാണ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. എല്ലാവരും പറയും ടേപ്പ് ഉപയോഗിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചെസ്റ്റ് 32 അപ്പോൾ നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കും. ഇത്തരൊക്കെ അവരങ്ങനെ ചെയ്യുന്നു. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, ബോഡി വണ്ണം 25 26 6.5 2 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് കൈക്കുഴി 6, ഷോൾഡർ 6.25 ഇഞ്ച്. രണ്ടും ഒരു സ്ക്വയർ ആക്കി. ഇനി നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് ബോട്ട് നെക്കാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. 3.5 ഇഞ്ച് മതി എന്നൊരു പറഞ്ഞിട്ടുണ്ട് വൈഡ്. 3.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഡെപ്തും അത് തന്നെ 3.5 ഇഞ്ച്. 3.5 ഇഞ്ച് മാറ്റി. ഞാൻ ഷേപ്പ് കൊടുക്കുന്നു. അത് നമ്മുടെ ഫ്രഞ്ച് കർവാണ്. ഇത് വെച്ച് നമുക്ക് ഓട്ടിനൊക്കെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇവിടെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ബോഡി വന്ന് അത് അളക്കുന്ന കാണിച്ചിട്ട് ബോഡി നമുക്ക് 26 ഇഞ്ചാണ്. നമ്മൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച്. ഇനി നോക്കിയോ, ഇതാണ് എല്ലാവർക്കും സംശയമുള്ളത്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യും. നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 ആ 10 അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് ആ 10ന്റെ നേരെ എടുത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ അങ്ങ് കണക്ട് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് 1.5 തൊട്ട് 2 ഇഞ്ച് വരെ എടുക്കാം. ഞാനിപ്പോഴും 1.5 ഇഞ്ച് എടുക്കുകയാണ്. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടുന്ന് എപ്പോഴും 1 ഇഞ്ച് മാറി വേണം നമ്മൾ കട്ടിങ് കൊടുക്കാനായിട്ട്. ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് ഇതിലോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് ആണോ എടുത്തത് അത് ഇങ്ങോട്ടും കൂടെ എടുത്തേക്ക്. നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒപ്പം കിട്ടും തുമ്പ്, അല്ലെങ്കിൽ വ്യത്യാസം ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ഇച്ചിരി വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നല്ല തുണിയിൽ വെട്ടിയെടുക്കുന്നത്. ഞാൻ ബാക്ക് പീസ് കൂടെ കാണിച്ചു തരാം. ആയിട്ട് വെട്ടിയെടുക്കാം, അതുകൂടെ കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്കിക്കോ, കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യും.
ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസ്. പിന്നെ കട്ടിങ് ആണിപ്പോൾ സ്റ്റിച്ചിങ് പിന്നീട് കാണിച്ചു തരാം. പിന്നെ ബാക്ക് പീസ് കട്ട് ചെയ്യാം. സ്റ്റിച്ചിങ് അടുത്തത്.